VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന സമ്മേളനത്തിൽ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നതായി CPM നേതാവ് പിരപ്പൻകോട് മുരളി. പാർട്ടിയിലെ യുവനേതാവും എഴുത്തുകാരനുമൊക്കെയായ ആളാണ് ആവശ്യപ്പെട്ടത്. ആരും അതിനെ എതിർത്തില്ല. പലരും അത് ആസ്വദിക്കുകയാണ് ചെയ്തത്. 2000-ന് ശേഷം പാർട്ടി സമ്മേളനങ്ങൾ VSനെതിരായ പകപോക്കൽ സമ്മേളനങ്ങളായി മാറിയെന്നും പിരപ്പൻകോട് മുരളി മീഡിയ വണ്ണിനോട് പറഞ്ഞു. 2000-ന് ശേഷം ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഒരു പകപോക്കൽ സമ്മേളനങ്ങളായി മാറിയിട്ടുണ്ട്. 2012-ൽ പാർട്ടി 20ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ആ സംസ്ഥാന സമ്മേളനത്തിൽ ഒരുപാട് അനാരോഗ്യകരമായ സംഭവങ്ങൾ നടന്നു. പക്ഷെ അവർ ഒരു ചെറുപ്പക്കാരൻ നല്ല ഒന്നാന്തരമായി വാചകം പറയുന്ന അദ്ദേഹം ഒരു സാഹിത്യകാരനായിട്ടൊക്കെയാണ് സ്വയം നടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത വളർത്തുന്ന VSനെ പോലുള്ള VS അച്യുതാനന്ദനെ പോലുള്ള ആളുകൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ആണ് കൊടുക്കേണ്ടത്, അതിന് പാർട്ടി തയ്യാറാവണം എന്ന് പ്രഖ്യാപിച്ചത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. ആ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഡയസിൽ കേട്ടോണ്ടെന്ന് ആരും തിരുത്തിയില്ല. പക്ഷേ അവരാസ്വദിക്കുകയാണ് ചെയ്തത്. വിവരങ്ങൾ നൽകാനായി സിജോ വിജോൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സിജോ, ഒരു പക്ഷേ VSനെതിരെ നമ്മൾ കേട്ട അല്ലെങ്കിൽ അദ്ദേഹം കേട്ട ഏറ്റവും മൂർച്ചയേറിയ ഒരു ആരോപണമായിരിക്കും ഇതല്ലേ? തീർച്ചയായും VS കേട്ടിട്ടുള്ള ഏറ്റവും മൂർച്ചയേറിയ ഒരു ആരോപണം തന്നെയാണ്, അല്ലെങ്കിൽ വിമർശനം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത് പല ഘട്ടങ്ങളിലും പാർട്ടിയെ തിരുത്താൻ വേണ്ടി നിലപാടെടുത്തിട്ടുള്ള ആളാണ് VS. അത്തരം തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു വിമർശനം കേൾക്കുന്നത്. അതും ആ വിമർശനം അന്ന് തന്നെ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വവും സംസ്ഥാന നേതാക്കളും ആ വിമർശനം ഉന്നയിച്ച ആരോപിക്കപ്പെട്ട M സ്വരാജൊക്കെ അത് പലതവണ നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതാദ്യമായാണ് CPM ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണം VSന് എന്നൊരു വിമർശനം ആ സമ്മേളനത്തിൽ ഉയർന്നുവെന്ന് തുറന്ന് സമ്മതിക്കുന്നത്. അത് പല കാലഘട്ടങ്ങളായി വന്ന മാറ്റങ്ങളുടെയും VSനെതിരായിട്ടുള്ള വിമർശനങ്ങളുടെ ഒരു തുടർച്ച എന്ന നിലയിലാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, VSനെതിരെ അത്തരത്തിലുള്ള ഒരു വിമർശനം ഒരു പ്രതിനിധി ഉപയോഗിച്ചിട്ട് പേരെടുത്ത് പറയുന്നില്ല എന്നുള്ളൂ. അതിന് അദ്ദേഹം പറയുന്ന ആളെന്ന് പറഞ്ഞത് ഒരു എഴുത്തുകാരനും അതോടൊപ്പം തന്നെ മികച്ച പ്രാസംഗികനും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിട്ട് വന്ന ഒരാളെന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരാൾ അത്തരത്തിലൊരു രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ട് മുതിർന്ന ആളുകൾ ആരും തന്നെ അതിനെ തടഞ്ഞില്ല എന്നുള്ളത് പറയുന്നത്. മാത്രമല്ല ഇത് കേട്ട് ആസ്വദിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ 2012-ലാണ് ഇത്തരത്തിലുള്ള ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അതിനു മുൻപ് തന്നെ 2005-ന് ശേഷം ഈ പറയുന്ന രീതിയിൽ VSനെതിരായിട്ടുള്ള വിമർശനങ്ങളുടെ ഒരു വേദിയായി സമ്മേളനങ്ങൾ പലപ്പോഴും മാറി എന്ന് പറയുകയും ചെയ്യുന്നു. പിന്നിൽ നിന്ന് കുത്തിയവരെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. VSനൊപ്പം നിന്ന ആളുകളെയും പദവിയും ഒക്കെ ആഗ്രഹിച്ച് ഒപ്പം പോയ ആളുകളുണ്ട്, മറുകണ്ഠം ചാടിയിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ മന്ത്രിയായിട്ടുള്ള ആളുകളുണ്ട്, സമിതികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം തന്നെ പല സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് പിരപ്പൻകോട് മുരളി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 2016-ൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ VSനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് താൻ. താൻ ആ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെ തൊട്ടടുത്ത സമ്മേളനങ്ങളിൽ വരുമ്പോൾ താൻ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന്, സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അന്ന് പറഞ്ഞത് 80 വയസ്സ് കഴിഞ്ഞ ആളുകളെ സമിതികളിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് 74 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, 80, 85, 90 ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും സമിതിയിലുണ്ടല്ലോ, അപ്പോൾ 74-കാരനായി തന്നെ എന്തിനു ഒഴിവാക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. താങ്കൾക്ക് പറയാനുള്ള പറഞ്ഞല്ലോ, ഇനി ഇരിക്കെ അങ്ങനെ പറഞ്ഞു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 10-13 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു ആരോപണമാണ് ഇത്. അന്ന് ഇങ്ങനെയൊരു കാര്യം അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആരെങ്കിലും ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ, അല്ല കേട്ട് രസിക്കുകയായിരുന്നോ? ഒരു യുവ നേതാവ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടും ആരും അതിനെ എതിർത്ത് സംസാരിച്ചില്ല, അത് തടഞ്ഞില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം VSനെ പോലെയുള്ള അത്രയും മുതിർന്ന നേതാവിനെ കുറിച്ച് അത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ട് ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ ആ നേതാക്കൾ ആരും തന്നെ ഇതിനെ തടഞ്ഞില്ല. പക്ഷേ അത് കേട്ട് ആസ്വദിച്ച ചില ആളുകളുണ്ടെന്നാണ് പറയുന്നത്. സ്വാഭാവികം നമ്മളിപ്പോൾ ചിന്തിക്കാം, VS പക്ഷവിരുദ്ധരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
ആ കാലഘട്ടത്തിൽ വി എസിനോടൊപ്പം നിന്ന പല ആളുകളുമുണ്ട്, വി എസിന് വേണ്ടി പോരായിട്ടുള്ള പല ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാവരും പിന്നീട് വി എസിനെ ചതിച്ച് വി എസിനൊപ്പം മാറി പദവികൾക്കൊക്കെ വേണ്ടിയിട്ട് മാറി നിന്നു എന്നാണ് പറയുന്നത്. ഇന്നും വി എസിനൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും നേതൃത്വത്തിൽ പല ഉണ്ട്. പക്ഷെ അവരെല്ലാം നിശബ്ദരാണ്. കാരണം അന്ന് വി എസ് സ്വീകരിച്ചിരുന്ന നിലപാടുകളിലേക്ക് ഇന്ന് അവർ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പാർട്ടിക്ക് പുറത്തു പോകും. താൻ അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ആളാണ്, തന്റെ ഒരു ഗതിയായിരിക്കും ഇവർക്കും എന്നൊരു കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം ആരും പ്രതികരിക്കാതിരുന്നത്, അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദം ഉയർത്താതിരുന്നത് എന്നാണോ അദ്ദേഹം പറയുന്നത്, പിരപ്പൻകോട് മുരളി പറയുന്നത്? ഭയം കൊണ്ട് മിണ്ടാതിരുന്ന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ഇത് കേട്ട് ആസ്വദിച്ചുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായും നമുക്ക് അറിയാം ഇത് ആസ്വദിക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ളത്. വി എസ് വിരുദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, അവരെല്ലാവരും കേട്ട് ഇത് ആസ്വദിച്ചിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഒരു നേതാവ് അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രമായിരിക്കില്ലല്ലോ, ഒരു പക്ഷെ അത് ഇതിനെ നയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വി എസ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് കൃത്യമായി പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് ഞാൻ അവർ പറഞ്ഞിട്ടാണെന്ന് പറയില്ല, പക്ഷെ അവരുടെ എല്ലാം മൗനാനുവാദം ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായിട്ടും അവരതിനെ തടഞ്ഞില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്രയും നാള് ഇതൊരു ആരോപണം മാത്രമായിരുന്നു, മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുക്കുന്നു, അത്തരത്തിലൊരു വിമർശനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് കേട്ടു, അത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചു, ഞാനത് കേട്ടു എന്ന ഒരു കാര്യമാണ് അദ്ദേഹം അത് പറയുന്നത്. ആദ്യമായാണ് ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിലൊരു കാര്യം, ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്, ഇത്തരത്തിലൊരു ആവശ്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമർശനം അദ്ദേഹത്തിനെതിരെ വി എസിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. പാർട്ടി എന്തായാലും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. സ്വാഭാവികമായും പ്രതികരിച്ച് വെട്ടിലാവണ്ടേ എന്നുള്ളൊരു നിലപാട് തന്നെയായിരിക്കാം ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു കെട്ടുകഥയും ഒക്കെയാണ് എന്നുള്ള രീതിയിൽ പാർട്ടി അത് തള്ളിക്കളയുന്ന രീതിയിലേക്കുള്ള നിലപാടിലേക്കാവും പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി, സിജോ വിജോനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.